ഈ രണ്ട് കാര്യങ്ങൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. കാർബറേറ്റർ പുതിയത് വാങ്ങാനോ അല്ലെങ്കിൽ എൻജിൻ മൊത്തത്തിൽ അഴിക്കാനോ ഒന്നും നിൽക്കണ്ട. ഈ രണ്ട്. ഹായ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മെഷീൻ സ്റ്റാർട്ടാക്കി കാണിച്ചു തന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 1-2 ആളുകൾ വിളിച്ചിട്ട് ചോദിച്ചു, അതായത് 2 മാസം 2.5 മാസമായിട്ട് മെഷീൻ ഉപയോഗിക്കാതെ വെച്ച മെഷീന് ഇപ്പോൾ എടുത്ത സമയത്ത് സ്റ്റാർട്ടാവുന്നില്ല. അഥവാ സ്റ്റാർട്ടായാൽ തന്നെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ചെറിയ മിസ്സിങ്. അത് നമ്മളെല്ലാവരും എല്ലാ സമയത്തും പറയുന്നതും എല്ലാവർക്കും അറിയുന്നതുമാണ്. ഫസ്റ്റത്തെ കേസ്, അതായത് കാർബറേറ്ററിലുള്ള എണ്ണ ഒഴിവാക്കിയിടുക എന്നുള്ളത്. ഞാനൊരു സെപ്പറേറ്റ് കാർബറേറ്റർ എടുത്ത് കാണിച്ചു തരാണ്. നമ്മുടെ കയ്യിൽ കാർബറേറ്റർ 850 രൂപ മുതൽ നിലവിലുണ്ട്. അതും കൂടിയും പറയാനാണ് ഇത് കാണിച്ചു തന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, കാർബറേറ്ററിലുള്ള ഫ്യൂവല് മുഴുവനായിട്ട് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ മെഷീനിൽ തന്നെ നിർത്തിയിട്ട് ഇങ്ങനെ ഈ രൂപത്തിലായിരിക്കും മെഷീനിൽ ഉണ്ടാവുക, മെഷീനിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പമ്പ് ചെയ്ത് കുറേ കളയും, വീണ്ടും ഇതിനുള്ളിൽ ഉണ്ടാവും. ഇത് പോകാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ള് ഇതിനുള്ളിൽ ഒട്ടും ഇല്ലാത്ത രൂപത്തിൽ വേണം ഇത് ശരിക്കും മാറ്റി വെക്കാനായിട്ട്. ഇതിനുള്ളിൽ ഇത്തിരി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്ത് ടൈറ്റായിട്ട്, അതായത് ഒരു കംപ്രസ് ചെയ്ത് നിൽക്കുന്നൊരു സംഭവം ആയതുകൊണ്ട്, ഒരു മെത്തേഡാണ് ഇതിനുള്ളിൽ. അതുകൊണ്ട് ഇതിനുള്ളിലൊക്കെ ഉണ്ടാവും. ഇതിനുള്ളിൽ ഒരു ഇത്തിരി പോലും ഇല്ലാതായെങ്കിലേ ഇതിനുള്ളിൽ നിന്നുള്ളതും ഇല്ലാതാവുള്ളൂ. ഇതിനുള്ളിൽ എയർ കയറിയിട്ട്, അതായത് ഫ്യൂവലിൻ്റെ അംശം ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഇല്ലാതാവണം. അത് എങ്ങനെ ഇല്ലാതാക്കും എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. അപ്പം മെഷീനിൽ തന്നെ വെച്ചിട്ട് നമ്മളിങ്ങനെ പമ്പ് ചെയ്തിട്ട്, അതായത് ടാങ്കിൽ നിന്ന് എണ്ണ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോവും. പക്ഷേ ഈ പ്രൈമറി ബൾബിനുള്ളിൽ വീണ്ടും ബാക്കി കാണും. അത് ഇല്ലാതാവാൻ അഴിച്ചെടുത്തിട്ട് ഇങ്ങനെ തല കുത്തനെ പിടിച്ചിട്ട് ഇങ്ങനെ പമ്പ് ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെ പമ്പ് ചെയ്തെങ്കിലേ ഇതിനുള്ളിൽ മുഴുവൻ പോകുള്ളൂ. നമ്മൾ ഫ്യൂവൽ ഒഴിവാക്കി വെക്കുന്നത് ഇങ്ങനെ ചെയ്ത് ഒഴിവാക്കി വെച്ചിട്ടേ അതുകൊണ്ടുള്ള ഗുണമുള്ളൂ, ഉപകാരമുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെ തന്നെ മെഷീനിൽ അഴിക്കാതെ ഇങ്ങനെ വെച്ചിട്ട് പമ്പ് ചെയ്തിട്ട് ഇതിനെ കളഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഇതിനുള്ളിലുള്ളതൊക്കെ ഇതിലേക്ക് താഴേക്ക് ഇറങ്ങി വരും. ഇതിലുള്ള ഗ്യാസ് വീണ്ടും ഇതിനുള്ളിൽ തന്നെ ഉണ്ടാവും. ഇത് പോയി കിട്ടണമെങ്കിൽ കുറേ സമയമാവും. പക്ഷേ ഇത് പോകുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ പ്രൈമറി ബൾബിനുള്ളിലെ ഈ സെക്ഷനിലുള്ള ഹോളുകളടയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗം, അതായത് ഉള്ളിലേക്ക് വലിക്കുന്ന, മെഷീൻ കംപ്രസ് ചെയ്ത് വലിക്കുന്ന ഭാഗത്തുള്ള ഹോളുകളെല്ലാം അടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മെഷീനിൽ സ്റ്റാർട്ടിങ് പ്രോബ്ലം വല്ലാതെ വരും. മാറ്റി വെച്ച മെഷീന് 2-3 മാസം കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്ത് മെഷീനിൽ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ഈ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കുക. തലകുത്തനെ പിടിച്ച് പ്രൈമറി ബൾബിൽ പ്രസ് ചെയ്യുക. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ഫ്യൂവൽ മുഴുവൻ പോവും. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുക. പിന്നെ കുറേശ്ശെ ഇങ്ങനെ ചെരിച്ചിട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതേപോലെ ഫ്രീ ആക്കിയിടണം. ഇതെൻ്റെ മെഷീനിൽ ഞാൻ അയച്ചെടുത്താണ്, കണ്ടോ. അതേപോലെ ഞാൻ തലകുത്തനെ പിടിച്ച് ഒഴിവാക്കി കളഞ്ഞതാണ്. മാറ്റിവെച്ച മെഷീൻ എടുക്കുന്ന സമയത്ത് ആയിട്ടും വീണ്ടും അത് കറക്റ്റായിട്ട് കിട്ടാതിരിക്കുന്ന സമയം കൂടി ഒന്നും കൂടി വരാനുണ്ട്. നമ്മൾ മാറ്റി വെച്ചത് എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടായി, അതായത് കാർബറേറ്ററിൻ്റെ പ്രശ്നം തീർന്നു, നമ്മൾ തീർത്ത് വെച്ചതാണ്. അതുകൊണ്ട് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് പിന്നെ മിസ്സിങ് പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ മിസ്സായി പോവുക. അതിനൊരൊറ്റ കാരണം കൂടിയുണ്ട്. അത് നമ്മുടെ ഫ്ലൈവീലിൽ പൊടി കയറി കാണും. ഫ്ലൈവീലിലുള്ള പൊടി നമ്മളെ ഇഗ്നീഷ്യൻ കോയിൽ കറക്റ്റ് സമയത്ത് അത് തട്ടാതെ വരുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫ്ലൈവീൽ കറക്റ്റായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം സ്റ്റാർട്ടാക്കാൻ. ഫസ്റ്റ് സ്റ്റാർട്ടാക്കിയിട്ട് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ, ഈ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ, കൂടിയും കുറഞ്ഞും കണ്ടാൽ, പിന്നെ കാർബറേറ്റർ കേടായി പോയി എന്ന് പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാനോ ഇത് അഴിക്കാനോ ഒന്നും നിൽക്കണ്ട. സ്റ്റാർട്ടായിട്ടും അങ്ങനെ കംപ്ലയിൻറ്റ് വന്നാൽ ഇത് അഴിക്കുക വേണ്ട, ഇത് തൊടുക വേണ്ട. ഇതിൽ കൂടുതലൊക്കെ നമ്മൾ അഴിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് കൂടി വരാൻ സാധ്യത കൂടുതലുണ്ട്. ഇത്ര കറക്റ്റായിട്ടും കണ്ണിങ്ങായിട്ടും സെറ്റ് ചെയ്ത് വെച്ച സാധനമായതുകൊണ്ട് നമ്മളത് ഇതിലഴിക്കാൻ നിൽക്കണ്ട. സ്റ്റാർട്ടായിട്ട് സൗണ്ട് കൂടിയും കുറഞ്ഞാൽ ഈ കാർബറേറ്ററിനെ അങ്ങോട്ട് വെറുതെ വിടണം. ഈ ഫ്ലൈവീൽ അഴിച്ചിട്ട് ഫ്ലൈവീലിൻ്റെ മേൾഭാഗം, മാഗ്നറ്റുള്ള ഭാഗവും അല്ലാത്ത ഭാഗമൊക്കെ 2 ഭാഗം ഉണ്ടാവുമല്ലോ. മാഗ്നറ്റുള്ള ഭാഗം പ്രത്യേകിച്ച് ഇന്നലെ, അതായത് ഒരള്ള പേപ്പർ കൊണ്ടൊന്നും അത് വരച്ച് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തരുത്. നല്ല തുണി വെച്ചിട്ട്, നനവില്ലാത്ത തുണി വെച്ചിട്ട് ശരിക്കിന് തുടച്ച് ക്ലിയറാക്കി മാറ്റണം. ഓയിലിട്ട് ചില ആളുകൾ തുടക്കുന്നുണ്ട്, അതും ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
ദേഷ്യം കോയിലും അതേപോലെ തന്നെ അഴിച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് അഴിച്ചെടുക്കണം. കാരണം എന്നെങ്കിൽ ഈ മാഗ്നറ്റിൽ തട്ടി നിൽക്കുന്ന പ്ലൈവിൽ തട്ടി നിൽക്കുന്ന ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഴിച്ചെടുക്കണം. അഴിച്ചെടുത്ത് കറക്റ്റായിട്ട് പക്ക അതിനുള്ളിൽ ചെറിയ നേരത്തെ ഒരു ഭാഗങ്ങളുണ്ടല്ലോ അതിലുള്ളതൊക്കെ തുടച്ച് മാറ്റി ചിരണ്ടി കളഞ്ഞ് തുടച്ച് മാറ്റിയതിന് ശേഷം ഫിറ്റ് ചെയ്യുക. മാറ്റി വെച്ചത് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ മാറ്റി വെക്കുന്ന സമയമാണ്. ഇതിനിടയ്ക്ക് ഇനിയിപ്പോൾ മഴ വന്നു തുടങ്ങിയാൽ അവിടെയൊക്കെ ചെറിയ ചെറിയൊരു തോതിൽ പുല്ലുകെട്ട് തുടങ്ങുകയും ചെയ്യും. ആ സമയത്തായിരിക്കും കൺഫ്യൂഷൻ അടിച്ച് നേരെ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരിക. അപ്പം അങ്ങനെ സംഭവം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. കാർബറേറ്റർ പുതിയത് വാങ്ങാനോ അല്ലെങ്കിൽ എൻജിൻ മൊത്തത്തിൽ അഴിക്കാനോ ഒന്നും നിൽക്കണ്ട. ഈ 2 ഭാഗം മാത്രം നോക്കിയാൽ മതി. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഒരു നറുക്കെടുപ്പിലൂടെ 200 രൂപയ്ക്ക് ബ്രഷ് കട്ടർ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പരമാവധി ആളുകൾ, ഇനി കുറച്ചുകൂടി ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനുള്ള ഫണ്ടാവും. അപ്പം പരമാവധി ആളുകൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ജോയിൻ ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ വീഡിയോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നേരിട്ട് വിളിക്കുക. അപ്പം നിങ്ങൾ 200 രൂപ തന്നിട്ട് നറുക്കെടുപ്പിൽ പങ്കെടുക്കുക. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം എന്ന രീതിയിലാണ് ചെയ്യുന്നത്. സമ്മാനം കിട്ടാത്ത ആളുകളുടെ പൈസ നഷ്ടപ്പെടുന്നില്ല. അതെങ്ങനെയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നേരിട്ട് വിളിക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ.